കൂടുതൽ നടന്നാൽ മുട്ടിന് കൂടുതൽ തേയ്മാനം വരുമോ? എല്ലാവർക്കും ഉള്ള സംശയമല്ലേ. നമ്മൾ നടന്നാലാണോ കൂടുതൽ തേയ്മാനം വരിക? നമ്മളിപ്പോൾ തേയ്മാനം വിചാരിച്ച് തീരെ നടക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇതിൻ്റെ സയൻസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ എല്ലിൻ്റെ അഗ്രഭാഗത്ത് 2 എല്ലും കൂടി കൂട്ടിയുരസുന്ന ആ മിനുസമുള്ള ഭാഗം തരുണാസ്ഥി എന്ന് പറയും. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്തയോട്ടം ഇല്ലാത്തൊരു ഭാഗമാണ്. അത് നമ്മളെ എല്ലിൽ നിന്നുള്ള രക്തയോട്ടം അതിലേക്ക് വളരെ കുറവായിരിക്കും. അതിന് ഉള്ള ന്യൂട്രിഷൻ കിട്ടുന്നത് നമ്മളെ ഈ ജോയിൻറ്റിലുള്ള ഒരു ഫ്ലൂയിഡ് ഉണ്ട്, സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. ഈ ഫ്ലൂയിഡിൽ നിന്നാണ് അതിനേക്കുള്ള ന്യൂട്രിഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ തരുണാസ്ഥി ഒരു സ്പോഞ്ച് പോലെയാണ് വർക്ക് ചെയ്യുക. നമ്മൾ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലോഡ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് പിഴിയാണ് ചെയ്യുക, സ്ക്വീസ് ചെയ്യുക. ആ സമയത്ത് അതിലുള്ള എല്ലാ വേസ്റ്റ് പ്രോഡക്റ്റും പുറത്തേക്ക് പോകും. അത് കഴിഞ്ഞ് നമ്മൾ ലോഡ് ഓഫാക്കുന്ന സമയത്ത് വീണ്ടും അത് വികസിക്കും, എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ സൈനോവിയൽ ഫ്ലൂയിഡിലൊക്കെ ജോയിൻറ്റ്, അതായത് ഈ തരുണാസ്ഥിയുടെ ഉള്ളിലേക്ക് പോയി അതിന് വേണ്ടുന്ന ഫ്രഷ് ആയിട്ടുള്ള ന്യൂട്രിഷൻ കിട്ടും. ഈ ന്യൂട്രിഷൻ വെച്ചിട്ടാണ് തരുണാസ്ഥി നിലനിൽക്കുന്നത്. അപ്പം നമ്മൾ ലോഡ് ചെയ്തിട്ടില്ല എന്താ സംഭവിക്കുന്നത്? അതിന് ന്യൂട്രിഷൻ പ്രോപ്പറായി കിട്ടുന്നുമില്ല, അതിലെ വേസ്റ്റ് പ്രോഡക്റ്റ് പുറത്തേക്ക് പോകുന്നുമില്ല. അപ്പം അതിന് ഡാമേജാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാറ് വാങ്ങിച്ച് വർഷങ്ങളോളം വെറുതെ വെച്ച് കഴിഞ്ഞാൽ അതിന് എൻജിൻ കേടാവുന്നില്ലേ, അതുപോലെയാണ് നമ്മുടെ ജോയിൻറ്റുകൾ മൂവ് ചെയ്തിട്ടില്ലെങ്കിൽ ഡാമേജ് ആകുന്നത്. അപ്പം നടക്കാതിരുന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട് ഡാമേജ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ എത്ര തേയ്മാനമുള്ള ആളാണെങ്കിലും അവർ നടന്നാൽ തന്നെ ആ ജോയിൻറ്റിന് വേണ്ടുന്ന ന്യൂട്രിഷൻ കിട്ടുള്ളൂ, ആ തരുണാസ്ഥിക്ക് വേണ്ടുന്ന ന്യൂട്രിഷൻ കിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും ഡാമേജ് ഉണ്ടാക്കും. നമ്മളൊരു വണ്ടിക്ക് പറഞ്ഞ സ്പീഡിലും കൂടുതൽ ഓവറായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡാമേജ് ആവുന്നില്ല, എൻജിൻ ഡാമേജ് ആവുന്നില്ലേ? അതുപോലെ അങ്ങനെയും മുട്ടിൻ്റെ ഡാമേജ് വരാം. പക്ഷേ അതിലും കൂടുതൽ ദോഷമാണ് നമ്മൾ നടന്നിട്ടില്ലെങ്കിൽ വരാൻ പോകുന്നത്. നമ്മൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പല കാര്യങ്ങളുണ്ട്, അതിൻ്റെ ന്യൂട്രിഷൻ ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നടക്കുമ്പോൾ മസിൽസൊക്കെ കൂടുതൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ മസിൽ കൂടുതൽ സ്ട്രോങ് ആവുകയും മുട്ടിന് വരുന്ന പ്രഷർ കുറയുകയും ചെയ്യും. അങ്ങനെയാണത് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ പക്ഷേങ്കിൽ ഓവറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക. അതായത് ഉദാഹരണത്തിന് ഒരു തേയ്മാനമുള്ള കാലാണെങ്കിൽ ഒരുപാട് സ്റ്റെപ്പുകൾ ഏറി ഇറങ്ങാതിരിക്കുക. അതുപോലെ തന്നെ വെയിറ്റുള്ള ലോഡ് എടുത്ത് ഒരുപാട് നടക്കാതിരിക്കുക. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒറ്റ നിൽക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നമുക്ക് ഡെയിലിയുള്ള ആക്ടിവിറ്റീസും മൂവ്മെൻറ്റും സ്ഥിരമായിട്ട് ചെയ്യണം. അത് ഡെയിലി ബേസിൽ തന്നെ ചെയ്യണം. എന്നാൽ തന്നെ മുട്ടിന് കാര്യമായിട്ടുള്ള, അതായത് തരുണാസ്ഥിക്കുള്ള ന്യൂട്രിഷൻ കിട്ടുള്ളൂ. അത് തേയ്മാനമുള്ളവരാണെങ്കിലും കുറച്ച് നടക്കുക തന്നെ വേണം. വടി പിടിച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും കുറച്ചത് മൂവ് ചെയ്യുക തന്നെ വേണം. കംപ്ലീറ്റ് റെസ്റ്റ് എന്നുള്ളത് മുട്ടുവേദനക്കുള്ള പരിഹാരമല്ല.